അസ്സലാമു അലൈക്കും. നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കാശ്മീരി ചിക്കൻ കറി. മിക്കവാറും ഞാൻ ഇങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇവിടെ ചിക്കൻ ഉണ്ടാക്കുന്നത്, ചിക്കൻ കറി ആക്കുന്നത്. അത് കാണാനും കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ്. നല്ല ചന്തമാണ് ദേ ഇവരെ പോലെ. അപ്പോൾ കാശ്മീരി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നല്ല ഫ്രഷ് ചിക്കനാണ് എടുക്കുന്നത്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, സുർക്ക അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്തിട്ട് നന്നായിട്ട് തിരുമണം. തിരുമ്മിയിട്ടൊരു 1 hour മാറ്റി വെക്കണം. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കണം. കടുകെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കേണ്ട ഒരു പകുതി വേവിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഈ ചിക്കനെ. എന്നിട്ട് അതിനൊന്ന് സൈഡാക്കി വയ്ക്കുക. നമ്മുടെ എണ്ണയൊക്കെ അതുപോലെ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ അതിലോട്ട് തന്നെ നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തോ. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓഫ് പശു നെയ്യ് ചേർക്കണം, നിർബന്ധമാണ് അതൊക്കെ. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ഇല്ല, അതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പച്ചപ്പ് മാറുന്നിടുന്നത് വരെ മിക്സ് ആൻഡ് മിക്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി വെള്ളം, പിന്നെ 1 കപ്പ് തൈര്, പിന്നെ 1 കപ്പ് പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് ഇച്ചിരി വെള്ളത്തിലാക്കി കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇത്തിരി തിളച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് അവിടെ കുക്കാവട്ടെ. ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര ചന്തത്തിലായിരിക്കും നിങ്ങളുടെ കറി ഉണ്ടാകുന്നത്. നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. 1 ടൈം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു ചിക്കൻ കറി ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ തോന്നില്ല. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.